അമ്മൂൻ്റെ നടത്തമൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനും അമ്മൂമ്മ ഇവിടെ അമ്മൂൻ്റെ വീട്ടിലേക്ക് വിരുന്ന് പോയതാണെന്ന്. അതല്ല കേട്ടോ, ഇത് നമ്മൾ വയനാട് ലിഫോൻ്റെ വീടാണ്. അതെന്താ ഞാൻ അങ്ങനെ പറയാ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം ഭാര്യ വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുന്ന പോലെ തന്നെയാണ്. ഞങ്ങൾ സൈറ്റെല്ലാം കഴിഞ്ഞ് വന്ന് തിരിച്ചു പോരുകയാണ്. ലിഫോൻ്റെ അച്ഛനാണ് അത്. അപ്പോൾ അമ്മ ആദ്യം അവിടുന്ന് സൈറ്റിൽ നിന്ന് പോകുന്നുണ്ടോ. അപ്പോൾ നമുക്കുള്ള പലഹാരങ്ങളും പിന്നെ ഞങ്ങൾ ചെല്ലുമ്പോഴേക്കും അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പാർസൽ ചെയ്യാനായിട്ട് ആദ്യം തന്നെ പോന്നിട്ടുണ്ട്. ചക്ക, മാങ്ങ, കഴിഞ്ഞ പ്രാവശ്യം കടുമാങ്ങയായിരുന്നു, ഇപ്രാവശ്യം വേറെ എന്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ വയനാട്ടിലെ ഫസ്റ്റ് പ്രൊജക്റ്റ്, അതായത് വയനാട്ടിൽ നമ്മൾ കോൺക്രീറ്റ് വീട് ആദ്യമായിട്ട് വെച്ചത് ലിഫോന് വേണ്ടിയിട്ടാണ്. ഇത് ലിഫോൻ്റെ അച്ഛനാണ്. ഈ ഒരു വീട് വെച്ചിട്ട് ഏകദേശം ഒരു 2-3 വർഷമായിട്ടേ ഉള്ളൂ. ഇത് ലിഫോൻ്റെ അച്ഛൻ അവിടുത്തെ സാധാരണ രീതിയിൽ ഫുള്ള് ലിഫോൻ്റെ അച്ഛൻ്റെ നേതൃത്വത്തിൽ വെച്ച വീടാണ്. അതുകൊണ്ട് തന്നെ ലിഫോൻ്റെ അച്ഛന് ഞങ്ങളെ പറ്റിയിട്ട് നല്ല മതിപ്പാണ്. കാരണം ആൾ ആ ഒരു വീട് വെക്കാൻ എന്തൊക്കെ അനുഭവിച്ചിരുന്നോ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ടാണ് നമ്മൾ ഈ ഒരു വീട് ഇത്രയും, അതായത് ഇപ്പോൾ നമ്മുടെ സ്ട്രക്ചർ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ പറയണത് ഇപ്പോൾ ലിഫോൻ്റെ അച്ഛനും അമ്മയും ഞങ്ങൾ മുകളിൽ നിന്നിട്ട് സംസാരിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ലിഫോൻ്റെ അച്ഛൻ തന്നെ പറഞ്ഞ കാര്യമാണ്, അല്ലാണ്ടേ ഞാനായിട്ട് അതൊരു ഇൻപുട്ട് കൊടുത്തതല്ല. ലിഫോൻ്റെ അച്ഛനാണ് പറഞ്ഞത് ആ ഒരു വീട് വെക്കണ സമയത്ത് പണിക്കാരെ അറേഞ്ച് ചെയ്യാനും അതിനെന്തിനൊക്കെ ഉണ്ടായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിട്ടാട്ടോ ഞാൻ അറിയണത്. പിന്നെ ഒരുപാട് ആൾക്കാർക്ക് അറിയുന്നുണ്ടായിരിക്കും, സ്വന്തമായിട്ട് വീട് വെച്ച ആൾക്കാർക്കൊക്കെ ഒരു വീട് വെക്കണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട് എന്നുള്ളത്. നമ്മുടെ രീതിയിൽ വെക്കണ സമയത്ത് നമ്മളിപ്പോൾ സ്ട്രെച്ചറാണ് എടുത്തിട്ട് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സ്ട്രെച്ചർ വെക്കുന്നവരെ നമ്മൾ ക്ലയൻറ്റിനോട് ചെറിയ ചെറിയ ഉപകാരങ്ങളൊക്കെ ഞങ്ങൾ ചോദിക്കാറുണ്ട്. കാരണം ഞങ്ങൾ ഒരുപാട് ദൂരത്തു നിന്നുള്ള ആൾക്കാരാവുകൊണ്ട് ചിലപ്പോൾ ലൊക്കേഷൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ അതൊക്കെ ഒരു ഫസ്റ്റത്തെ ഒരു 2-3 ട്രിപ്പ് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ കോർഡിനേഷനെല്ലാം അമ്മ ഏറ്റെടുത്തിട്ട് അമ്മ തന്നെ ചെയ്തോളും. ഈ ഒരു വീടും നമ്മൾ വർക്ക് സ്റ്റാർട്ടിങ് ചെയ്യണ ആ സമയം മുതലേക്കുള്ള വീഡിയോസ് ഈ ചാനലിൽ കിടക്കുന്നുണ്ട് കേട്ടോ. അതായത് ലിഫോ കരിങ്കല്ലിൽ ബേസ്മെൻറ്റ് ഇട്ടിട്ട് തന്നതാണ്. അതിൻ്റെ മുകളിൽ ബെൽറ്റ് മുതൽ ഞങ്ങളാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. ബെൽറ്റ് സാധാരണ രീതിയിലല്ല നമ്മൾ ചെയ്തത്. ബെൽറ്റ് അടിക്കണ സമയത്ത് ഈ ചുമരിലേക്കുള്ള എല്ലാ കമ്പികളും നമ്മൾ ബെൽറ്റും തന്നെ മുകളിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അതെന്താ വെച്ചാൽ വയനാട്ടിലുള്ളൊരു പ്രൊജക്റ്റ് ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. എല്ലാ പ്രൊജക്റ്റിനും അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ സ്ഥലത്തും വയനാട്ടിൽ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പക്ഷേ നമ്മൾക്ക് നമ്മളാ മറ്റേ ദുരന്തവും കാര്യങ്ങളൊക്കെ ഉണ്ടായ ഒരു സമയം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു വീട് വെക്കുന്നത്. അപ്പോൾ നമ്മളെ വീട് വെക്കുമ്പോൾ നമ്മളതൊന്നും കൂടി സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ട് ആ രീതിയിൽ ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ഈ ഒരു വീടിൻ്റെ സ്ട്രക്ചർ വർക്ക്, അതായത് നമ്മളുടെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് കിടക്കുകയാണ്. അതായത് നമ്മൾ കോൺക്രീറ്റിൽ ഭിത്തികളെല്ലാം വെച്ച് 2 നില വാർപ്പ് കഴിഞ്ഞു. പിന്നെ ഇലക്ട്രിക്കലിൻ്റെ വയറിങ് നമ്മളെ സ്കോപ്പിലുള്ളതാണ്, അത് വലിച്ചു കഴിഞ്ഞു. ബാത്റൂമിൻ്റെ ഇൻസൈഡ് പ്ലംബിങ് അതും നമ്മുടെ സ്കോപ്പിലുള്ളതാണ്, അതും കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ലിഫോ ഇപ്പോൾ കബോർഡിൻ്റെ വർക്ക് ചെയ്തു. ഈ കബോർഡിൻ്റെ വർക്ക് നമ്മളെ ആൾക്കാർ തന്നെയാണ് ചെയ്യണത്. ഇതേ ആൾക്കാർ തന്നെയാണ് ഇപ്പോൾ കോട്ടയം മോനപ്പള്ളിയിലും ചെയ്യണത്. പെരിന്തൽമണ്ണ തന്നെയുള്ള, അതായത് എൻ്റെ വീടിൻ്റെ ഏകദേശം അടുത്തുള്ള പ്രവീണേട്ടനാണ്. കാരണം നമ്മൾ റിസ്കിൽ ചെയ്യണ സമയത്ത് നമ്മൾ പ്രവീണേട്ടനാണ് എല്ലാം കൊടുക്കാറ്. കാരണം നമുക്കതാകുമ്പോൾ ഒന്നും കൂടി ഒരു ഗ്യാരണ്ടിയാണ്. അതായത് പൈസ കൂടും. കാരണം എന്താ വെച്ചാൽ അതാത് ലോക്കൽ സ്ഥലങ്ങളിലുള്ള ആൾക്കാർ ചെയ്യണ സമയത്ത് അവർക്ക് ഈ ട്രാൻസ്പോർട്ടേഷനും ഇതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരിക്കില്ല. പിന്നെ അത് മാത്രമല്ല, ഇങ്ങനത്തെ വർക്കുകളൊന്നും ആരും അത്രയും ദൂരങ്ങളൊന്നും പോയി ചെയ്യാറില്ല. അപ്പോൾ അവർക്ക് വരുന്ന ട്രാൻസ്പോർട്ടേഷൻ, പിന്നെ അവർ അവിടെ വന്ന് നിൽക്കുന്ന സമയത്തുള്ള സ്റ്റേ, അങ്ങനത്തെ ഒരുപാട് എക്സ്പെൻസ് ഇവർക്ക് അധികം വരും. ഇപ്പോൾ കോട്ടയത്തേക്കൊക്കെ 2 ട്രിപ്പ് അടിക്കണം, വയനാട്ടിലേക്ക് 2 പ്രാവശ്യമായിട്ടാണ് പോയത്. അപ്പോൾ ഈ കബോർഡൊക്കെ ഇവിടെ വീട്ടിലിരുന്ന് സെറ്റ് ചെയ്ത് ഇതിൻ്റെ ക്യൂറിങ് എന്നൊക്കെ കഴിഞ്ഞ് ഇവിടുന്ന് അത്രയും ദൂരം 2 പ്രാവശ്യമൊക്കെ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യണ സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആലോചിച്ചറിഞ്ഞൂടെ അതിനുള്ള എക്സ്പെൻസ് കൂടും. അപ്പോൾ നമ്മളോട് ഇവരെന്നെ വേണമെന്ന് പറയുന്ന ക്ലയൻറ്റിന് മാത്രമേ ഉള്ളൂ നമ്മൾ ഇവരൊക്കെ സജഷൻ ചെയ്യാറ് കേട്ടോ. കാരണം വെറുതെ പറഞ്ഞിട്ട് ഇവരൊന്നും ഞാൻ സൈറ്റിൽ കൊണ്ടുപോയിട്ട് അളവെടുത്ത് നോക്കിയിട്ട് റേറ്റ് പറയിപ്പിക്കാൻ നിൽക്കാറില്ല. കാരണം ഞാൻ പറയും, നിങ്ങളെ നാട്ടിൽ ചെയ്യണേക്കാൾ എന്തായി കഴിഞ്ഞാലും പൈസ കൂടും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ. അപ്പോൾ വർക്കിൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ നമുക്ക് 100% ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുക. അപ്പോൾ അങ്ങനെ ട്രസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ ഞാൻ പ്രവീണേട്ടനോട് സൈറ്റ് തന്നെ വന്ന് നോക്കാൻ പറയാം. കാരണം സൈറ്റ് വന്ന് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ പണി കിട്ടണം. ഇപ്പോൾ ഞാൻ അന്ന് കോട്ടയത്തേക്ക് വിളിച്ചുകൊണ്ടായിട്ട് പിന്നെ അത് റേറ്റ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് വർക്ക് മിസ്സായി കഴിഞ്ഞാൽ പ്രവീണേട്ടൻ്റെ ഒരു ദിവസത്തെ മെനക്കടാണ്. നമ്മളിതേപോലെ ഇലക്ട്രിക്കൽ DB ഇതിപ്പോൾ 3 phase ആണ് കേട്ടോ വെച്ചിരിക്കുന്നത്. കാരണം അതൊക്കെ ഓരോ ക്ലയൻറ്റിൻ്റെ വീടിൻ്റെ റൂമിൻ്റെ AC കാര്യങ്ങളതൊക്കെ അനുസരിച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ഇപ്പോൾ ഒരു വലിയ വീട് 2 നില വീടാണെന്നുണ്ടെങ്കിൽ 3 phase DB വെക്കണതാണ് ഏറ്റവും നല്ലത്. കാരണം രണ്ടാമതൊരു മോഡിഫിക്കേഷൻ പിന്നെ ആവശ്യം വരുന്നില്ല. വീട് പണി എടുക്കണ എത്ര ആൾക്കാരും എൻജിനീയേഴ്സിനെയും കോൺട്രാക്ടേഴ്സിനെയും അല്ലെങ്കിൽ ഇപ്പോൾ ബാക്കിയുള്ള പണിക്കാരൊക്കെ കള്ളത്തരം ചെയ്യുകയാണെന്നൊക്കെ പറയും. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീട് വെക്കുന്ന ആൾ തന്നെ ഏറ്റവും വലിയ കള്ളനാണ്. ആ കക്കണത് എവിടെയെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ KSEB എന്നാണ് ഒരുവിധം ആൾക്കാരൊക്കെ കക്കണത്.
വലിയ വീട് കൊട്ടാരം പോലത്തെ വീടുകൾ വെക്കും. എന്നിട്ട് ആ കൊട്ടാരം പോലത്തെ വീടുകൾ വെച്ചിട്ട് സിംഗിൾ ഫേസ് കറണ്ട് എടുക്കും. 5000 വാട്ട്സാണ് ഒരു സിംഗിൾ ഫേസ് കറണ്ടിന് കിട്ടണത്. അതിപ്പോൾ ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഒരു AC വെക്കുകയാണെങ്കിൽ തന്നെ അതിന് 1000 വാട്ട്സ് വേണം. അപ്പം എന്നിട്ട് 2 നില വീട് വെച്ചിട്ട് ആ 2 നില വീട്ടിലേക്ക് എല്ലാ AC പോയിൻറ്റും അതേപോലെ ഒരുപാട് പവർ പ്ലഗും കാര്യങ്ങളൊക്കെ ഇട്ടതിന് ശേഷം സിംഗിൾ ഫേസ് കറണ്ട് എടുക്കും. ഇങ്ങനെ സിംഗിൾ ഫേസ് കറണ്ട് എടുക്കുന്നതുകൊണ്ട് എന്താണ് ഉള്ള കള്ളത്തരം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഏകദേശം ഒരു ഇത്ര കൺസ്യൂമർക്കായിട്ട് ഒരു ട്രാൻസ്ഫോമർ നിശ്ചയിച്ചിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ പുതിയൊരു വീട് വെച്ചിട്ട് നിങ്ങളതിൽ സിംഗിൾ ഫേസ് എടുക്കുകയും ചെയ്യുക. 2-3 AC ഒക്കെ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ തൊട്ടടുത്തുള്ള ആൾക്കാർക്ക് അത് വോൾട്ടേജ് വേരിയേഷനും നിങ്ങൾക്കും വരും. അപ്പോൾ നിങ്ങൾ ചെയ്യണത് ഏറ്റവും വലിയ കള്ളത്തരം തന്നെയാണ്. ചില ആൾക്കാർ പറയും കറണ്ട് ബില്ല് കൂടും 3 ഫേസ് ആയി കഴിഞ്ഞാൽ. വീട് വലുതാകുമ്പോൾ 3 ഫേസ് ആക്കണം. കറണ്ട് ബില്ല് കൂടുതലാണെങ്കിൽ നമ്മൾ അടയ്ക്കണം. അല്ലെങ്കിൽ സാധാരണത്തെ പോലെ ഒരു മുറിയോ 2 മുറിയുള്ള ചെറിയൊരു വീടേ വെക്കാൻ പാടുള്ളൂ സിംഗിൾ ഫേസ് കറണ്ട് എടുക്കണമെന്ന് വെച്ചാൽ. അപ്പോൾ കോൺട്രാക്ടർമാരും എൻജിനീയേഴ്സും മാത്രം നല്ല കള്ളന്മാർ. ഒരുവിധം സാധാരണ വീട് വെക്കണ എല്ലാ ആൾക്കാരും കള്ളന്മാരാണ്. എല്ലായിടത്തും ഒരുപാട് പോയിൻ്റ് വേണം. ഇതൊക്കെ ഞാൻ അങ്ങനെ സൂം ചെയ്ത് കാണിക്കണത്, ഇത് നമ്മൾ ലിഫോൻ്റെ കുട്ടിയുടെ പരിപാടി കേട്ടോ. ലിഫോൻ്റെ കുട്ടിയും അമ്മയും കൂടെ കൂടി വരച്ച് വയ്ക്കണതാണ് ചുമരുമ്പിലൊക്കെ ഈ രീതിയിൽ. പിന്നെ ഇത് കണ്ടില്ലേ നിങ്ങൾ, ഇതിൻ്റെ വീടിൻ്റെ ജനലുകളും കാര്യങ്ങളൊക്കെ ഞാൻ ഫ്രണ്ടിലെ ജനലും ഡോറും പാടെ ഒരുമിച്ചിട്ടാണ് ചെയ്തിരിക്കണത്. പക്ഷേ ആ സമയത്ത് ഞാൻ വേറെന്തോ പറഞ്ഞു പോയി. കബോർഡ്സൊക്കെ ഈ ഒരു രീതിയിൽ എല്ലാ ലിഫോൻ്റെ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ആളെ പ്രവീണേട്ടനെ കോർഡിനേറ്റ് ചെയ്ത് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം ലിഫ് തന്നെയാണ് ചെയ്തിരിക്കണത്. അവർ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട് കബോർഡും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കണത്. ഇപ്പോൾ കോട്ടയത്ത് പ്രവീണേട്ടൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പിന്നെ ക്ലയൻറ്റ് ജോണി പുറത്തായ കാരണം കൊണ്ട് നമ്മളെ റിസ്കിൽ ചെയ്യണം. കാരണം അവരാരും ഇല്ല, നാട്ടിലില്ല, അവരൊക്കെ പുറത്താണ്. അപ്പോൾ ലിഫ പിന്നെ ഇവിടെ ഉണ്ടാവുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ നമ്മളെ പുട്ടിക്കാർ ഇപ്പോൾ ഓൾറെഡി അവിടെ സൈറ്റിലെത്തി. അവിടെ പുട്ടിയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ വർക്കേഴ്സും ഉണ്ട് അവിടെ. കാരണം ഞാൻ മുകളിൽ നിന്ന് കാണിച്ചു തരാം, കോമ്പൗണ്ട് വാൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വീടിൻ്റെ കംപ്ലീറ്റ് പാരപ്പറ്റ് അടിയിലും മുകളിലും എല്ലാം കോൺക്രീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. അതായത് കോൺക്രീറ്റിലല്ലാണ്ട് ഒരു സാധനം, കല്ല് എന്ന് പറയുന്ന സാധനം നമ്മൾ ഈ ചുമരുമ്പിലേക്ക് കയറ്റിയിട്ടേ ഇല്ല. മുകളിൽ 2 ബെഡ്റൂമാണുള്ളത്. ആ 2 ബെഡ്റൂം കൂടാണ്ട് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു കാണുന്ന ഏരിയ നല്ലൊരു ഓപ്പൺ ടെറസാണ്. ആ ഓപ്പൺ ടെറസിന് നമ്മൾ നല്ല അടിപൊളിയായിട്ട് റൂഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബാക്കിൽ സ്റ്റെയർ കേസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു പ്രത്യേക തരം വീടാണ്. വീടിൻ്റെ ഉള്ളിൽ നിന്നല്ല, പുറത്തുനിന്നാണ് സ്റ്റെയർ കേസ് വരുന്നത്. അവിടെ നമ്മൾ ഇതേപോലെ റൂഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഗാദറിങ് ചെയ്യാനും ഇതിനൊക്കെ ഉള്ളൊരു സ്പേസ് മുകളിൽ തന്നെ ഉണ്ട്. കണ്ടില്ലേ, ഈ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ ഓപ്പൺ ആയി കിടക്കുന്നത്. ബാക്കിയുള്ള എല്ലാ സ്ഥലവും നമ്മൾ കോൺക്രീറ്റിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പാരപ്പറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു, പാരപ്പറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലൊരു ബോർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ വർക്കേഴ്സ് ഇപ്പോഴും അവിടെ കോമ്പൗണ്ട് വാൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ പറയാറുണ്ട് ഇങ്ങനത്തെ വർക്കുകളൊന്നും നമ്മൾ ചെയ്യാറില്ല എന്നുള്ളത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമത് നിങ്ങൾക്കറിയാലോ നമുക്ക് ഭയങ്കര തിരക്കാണ്. പിന്നെ എന്താ വെച്ചാൽ ക്ലൈൻ്റാണ് കേട്ടോ. അതായത് അങ്ങനെ നമ്മളോട് നിൽക്കുന്ന ഒരു ക്ലൈൻറ്റ് അങ്ങനെ ഇതായി പറയണ സമയത്ത്, ഒന്നാമത്തെ കാര്യം ഈ ലിഫോ നേരത്തെ ഞാൻ കാണിച്ചു തന്നില്ല ഒരു വീട്. ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കോമ്പൗണ്ട് വാൾ കേട്ടോ. നമ്മൾ ഷീറ്റ് വെച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലിഫോ 2 ബ്രദേഴ്സാണ്. ലിഫോൻ്റെ അനിയനും ഉണ്ട്. അപ്പോൾ ലിഫോൻ്റെ അച്ഛൻ 2 ആൾക്കും ഓരോ വീട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഒരു തറവാടുണ്ട്, പിന്നെ നേരത്തെ കാണിച്ചു തന്ന വീട് അത് ആളിപ്പോൾ അടുത്ത് വെച്ചതാണ്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 2 പേർക്കും വീടുണ്ട്. ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ലിഫോ ഈ ഒരു വീട് വെക്കാൻ തന്നെ കാരണം ഞങ്ങളെ വീഡിയോ കണ്ടിട്ടാണ്. അല്ലാണ്ട് അവനൊരു പ്ലാനും ഉണ്ടായിരുന്നില്ല ഒരു വീട് വെക്കാനായിട്ട്. അപ്പം ഞങ്ങളെ വീഡിയോസ് കണ്ട് ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നോടും കൂടി സംസാരിക്കാണ്ട് അമ്മൂനെ അങ്ങനെ ഫോൺ വിളിച്ച് ബുക്കിംഗ് ഒക്കെ ചെയ്ത ഒരാളാണ്. അപ്പോൾ ലിഫോ വീട് വെക്കണതന്നെ ഞങ്ങളെ ഈ രീതി കണ്ടപ്പോൾ അത് ഇഷ്ടമായിട്ടാണ് ലിഫോ ഒരു വീട് വെക്കണത്. പിന്നെ 10 ക്ലയൻറ്റ് നമുക്ക് കിട്ടുന്ന സമയത്ത് അതിൽ 1-2 ക്ലയൻറ്റൊക്കെയാണ് ഇത്രയും നല്ല ആൾക്കാരായിട്ട് നമുക്ക് കിട്ടുക. അത്രയും നല്ല ആൾക്കാരായി കിട്ടുന്ന സമയത്ത് അവർ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ തോന്നും. പക്ഷെ അതിനുള്ള സമയം അവർ തരും കേട്ടോ. അപ്പോൾ ഏകദേശം, കാരണം ഒന്നാമത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വീട് ഇപ്പോൾ തന്നെ തീർത്തിട്ട് ലിഫോന് നാളെ അതിൽ കയറി താമസിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മളെ പ്ലംബിങ്ങും കാര്യങ്ങളൊക്കെ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കോളൂ. കാരണം എല്ലാ ആൾക്കാർക്കും സംശയമാണ് പ്ലംബിങ് അപ്ലൈ ചെയ്യുക. അതെല്ലാ സ്ട്രക്ചർ വർക്കും കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പ്ലംബിങ് ചെയ്യുക. ഇപ്പോൾ ഈ കോൺക്രീറ്റിൻ്റെ ചുമരിൽ ഇതേപോലെ എടുത്തതിന് ശേഷം ഒരു പൈപ്പ് എടുക്കാൻ പറ്റുമോ ചോദിക്കാറുണ്ട്. ഇതേപോലെ ചുമര് കട്ട് ചെയ്തിട്ട് മോഡിഫിക്കേഷൻ ചെയ്യാനൊക്കെ പറ്റും. അതൊക്കെ കമൻ്റ് ഇടുന്ന ആൾക്കാർക്ക് എനിക്ക് തന്നെ കാണുമ്പോൾ ചിറി വരും. കാരണം എല്ലാ കോൺക്രീറ്റിൻ്റെ സൺഷേഡിൻ്റെ അവിടെയും മെയിൻ സ്ലാബിൻ്റെ അവിടെയൊക്കെ സാധാരണ ഇലക്ട്രീഷ്യന്മാർ ഇതൊക്കെ കട്ട് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യാറ്. അതിനെക്കുറിച്ചിട്ട് നിങ്ങൾ വെറുതെ ചിന്തിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിന്നൊരു പൈപ്പ് അല്ലെങ്കിൽ ഒരു കണക്ഷൻ നിങ്ങൾക്ക് അഡീഷണൽ വേണം തോന്നിക്കഴിഞ്ഞപ്പോൾ നേരത്തെ കണ്ട പോലെ നമുക്ക് ചുമര് കട്ട് ചെയ്തിട്ട് സിമ്പിളായിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. അത് നമ്മളിപ്പോൾ 4 ഇഞ്ചിൻ്റെ 5 ഇഞ്ചിൻ്റെ 8 ഇഞ്ചിൻ്റെ ഒക്കെ കോൺക്രീറ്റിൻ്റെ ചുമരല്ലേ ചെയ്യണുള്ളൂ. അല്ലാണ്ട് നമ്മളത് സോളിഡ് ഇരുമ്പ് വെച്ചിട്ടൊന്നല്ലല്ലോ ചെയ്യണത്. കട്ട് ചെയ്തിട്ട് ഒരു ഗ്രൂ ആക്കാൻ സിമ്പിളായിട്ട് പറ്റും. ഇതേപോലത്തെ കോൺക്രീറ്റ് സ്ലാബ് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കണം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ
ആ ഒരു സ്റ്റെയർ കേസിൻ്റെ ഏരിയ. ഇനി ഇപ്പുറത്തെ സൈഡിൽ ഒരു ഗ്രില്ലും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഈ ഏരിയയും കൂടി അവർക്ക് കവറായിട്ട് ഫുള്ളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ക്ലയൻറ്റിൻ്റെ കാര്യം പറയുമ്പോഴേക്കും നമ്മൾക്ക് അവിടെ വേറെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ഞാൻ അതിലേക്ക് ടോപ്പിക്ക് മാറുകയാണ് കേട്ടോ. ഇതേപോലത്തെ ഒരു ക്ലയൻറ്റ് എനിക്ക് എറണാകുളം പിറവത്തുണ്ട് കേട്ടോ, ജിജുചേട്ടൻ്റെ ബേസ്മെൻറ്റിൻ്റെ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഫുൾ ഫിനിഷായിട്ട് ഞാനിതുവരെ ഇട്ടിട്ടില്ല, ബേസ്മെൻറ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അവിടെ ഈ പറഞ്ഞ പോലെ ജിജുചേട്ടൻ നാട്ടിലില്ല, ജിജുചേട്ടൻ പുറത്താണ്. പക്ഷേ നമ്മളെ ഈ വർക്കേഴ്സിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അറിഞ്ഞ് നിങ്ങളെ ഗ്യാപ്പിനനുസരിച്ചിട്ട് നന്നായിട്ട് ചെയ്ത് തന്നാൽ മതി എന്ന് പറയുന്ന ഒരു ആളാണ്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരെന്ത് പറഞ്ഞു, അത് ആ ബേസ്മെൻറ്റ് കണ്ടാൽ തന്നെ അറിയാം അത് ആ രീതിയിലാണ് ആ വീടിൻ്റെ ബേസ്മെൻറ്റ് തന്നെ ചെയ്തിരിക്കുന്നത്. അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ അവരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും നമുക്കത് പൈസ ലാഭമാണോ നഷ്ടമാണോ അതൊന്നും നോക്കിയിട്ടല്ല, നമ്മളെങ്ങനെയും ഒരു സമയം കണ്ടെത്തിയിട്ട് അവർക്ക് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഈ വീടൊക്കെ ഫുൾ ഫിനിഷായി ഇരിക്കുന്ന സമയത്ത് ഈ വീട് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് എൻ്റെ മനസ്സിൽ തുടങ്ങുമ്പോൾ തന്നെ ഒരു പിക്ചറുണ്ട്. അപ്പോൾ ആ പിക്ചറിലാക്കിയെടുക്കാൻ ഈ വീടിൻ്റെയൊക്കെ അവസാനം വരെ ഒപ്പം നിൽക്കുമ്പോൾ നമുക്ക് അതേപോലെ തന്നെ ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ എപ്പോഴും വീഡിയോയിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തിനാ സംസാരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓപ്പണായിട്ട് സംസാരിക്കാൻ വേറെ മാർഗ്ഗമൊന്നുമില്ല. അതായത് ഓരോ ക്ലയൻറ്റിനോടും നമ്മൾ വ്യക്തിപരമായി പറയുന്നേക്കാളും നല്ല നമ്മളെ ക്ലയൻസൊക്കെ നമ്മളെ വീഡിയോസ് കാണുന്നതാണ്. അപ്പോൾ അവർക്കത് കണ്ട് മനസ്സിലാക്കിയിട്ട്, കാരണം എല്ലാ വീടുകളും ഞാൻ എൻ്റെ സ്വന്തം വീടുകൾ പോലെ ചെയ്യണത് അത്രയും ആത്മാർത്ഥമായിട്ട്. അപ്പോൾ എല്ലാ വീടുകളും നല്ല അടിപൊളിയായിട്ട് തീർക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പിന്നെ നമ്മൾ എത്ര ആത്മാർത്ഥമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീട് പണിയായ കാരണം കൊണ്ട് നമ്മൾ വിചാരിച്ച ടൈമിലൊന്നും ചിലപ്പോൾ തീർന്നൊന്നും വരില്ല. കാരണം അറിയാമല്ലോ, ഒരു ദിവസം കറണ്ട് പോയാൽ തന്നെ നമ്മളെ വർക്കേഴ്സിന് വർക്ക് നടന്നില്ല എന്നുണ്ടെങ്കിൽ അത് 2 ദിവസത്തെ ഡിലേ വർക്കാണ്. അപ്പോൾ ഈ വീടിൻ്റെ ബാക്കി അപ്ഡേഷനൊക്കെ ഇനി പുട്ടിയും പ്ലാസ്റ്ററിങ് എല്ലാം ചെയ്തതിന് ശേഷം അടുത്ത വീഡിയോയിൽ